താറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു സെഗ്മെന്റാണ് താറ്. താറ് അതിന് ശേഷം ആ വണ്ടികൾ പോയതിന് ശേഷം നമ്മൾ 10-20 താറ് കൊടുത്തു. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും തോന്നുന്നു. അറൗണ്ട് ഒരു 18ന്റെ മുകളിൽ മൈലേജ് കിട്ടും. മാനുവൽ ഓട്ടോമാറ്റിക് സോറി ഓട്ടോമാറ്റിക്കിൽ കിട്ടും. 18 അറൗണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിന് ഫുൾ ലോണും കിട്ടും. 11.5 വരെ ലോണും കിട്ടും. 64 ഡീസലാണ്. 4 വീൽ ഡ്രൈവ് ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ്. 2 ലിറ്റർ എഞ്ചിനാണ് വരിക. നല്ല പെർഫോമൻസ് ഉണ്ട്. അതിൽ 4 വീലർ നല്ല ഗ്രിപ്പ് ഉണ്ടാവും. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ മെയ് മാസത്തിലെ ആദ്യത്തെ വീഡിയോ ആയിട്ട് ഷമീസ് കാസിൽ ഷമീർ ഖാന്റെ കൂടെയാണ്. സ്വാഗതം. ഓക്കെ, ലൊക്കേഷൻ കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ്, തിരുവണ്ണൂർ ഏതാ പമ്പ്? ഏതാണ്? ഭാരത് പെട്രോളിനോട് ചേർന്നിട്ട്. ഭാരത് പെട്രോൾ പമ്പിന്, പെട്രോൾ അല്ല പമ്പിന്റെ അടുത്ത് ചേർന്നിട്ട്. ഡീസലിന് ഒരു കുറ്റബോധമാണ്. ഓക്കെ, അപ്പോൾ ഒരു സെമി പ്രീമിയം കാറ്റഗറി വണ്ടികളാണ് ഷോറൂമിൽ ഉണ്ടാവുക. ഇത് മാത്രമല്ല, പുറമെ വേറെ യാർഡുണ്ട്. അവിടെ എല്ലാ സെഗ്മെന്റും ഉണ്ട്. ചെറിയ വാഹനങ്ങൾ തൊട്ടുള്ള ലക്ഷറി വാഹനങ്ങൾ വരെ എല്ലാ സെഗ്മെന്റും ഉണ്ട് അല്ലേ? ഇവിടെ സെമി പ്രീമിയം, അതേപോലെ തന്നെ പ്രീമിയം സെഗ്മെന്റ്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ ടൈപ്പാണ് കാണിക്കുന്നത്? നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഒരു സെഡാൻ ടൈപ്പ് ഉണ്ട്, SUV ടൈപ്പ് ഉണ്ട്, ചെറിയ കോമ്പാക്ട് SUV ഉണ്ട്, പിന്നെ ജീപ്പ് സെഗ്മെന്റ്, താറ് സെഗ്മെന്റ് ഉണ്ട്. മൊത്തം നമുക്കൊരു 15ഓളം വണ്ടികൾ നമുക്ക് ഇന്ന് കാണിക്കാം. എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാവരും സാധാരണ ആവശ്യപ്പെടുന്ന തരം വണ്ടികൾ. ഓവർ ലക്ഷറിയിലേക്ക് പോകാതെ സെമി പ്രീമിയം മിഡിൽ ക്ലാസ് കാറുകൾ കൂടുതലായിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. മാക്സിമം ലോണും ലഭിക്കുന്ന വാഹനങ്ങളാണ്. അതേപോലെ തന്നെ വലിയൊരു വലിയൊരു വില കൂടുതൽ ഒരിക്കലും ഇവിടെ അനുഭവപ്പെട്ടിട്ടില്ല. നമ്മൾ ഇതുവരെ കൂടുതൽ സാധനം നമ്മുടെ അടുത്തില്ല. നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് നമ്മളെ വരുന്ന കസ്റ്റമറോട് എപ്പോഴും പറയാറ്, നിങ്ങൾ ആദ്യം പുതിയ ഷോറൂമിലോ മറ്റു കമ്പയർ ചെയ്തിട്ട് പ്രൈസ് എടുത്തിട്ട് നമ്മുടെ അടുത്ത് വന്നാൽ മതി. ഓക്കെ, നമ്മളൊരിക്കലും ഒരു പ്രൈസ് കൂടുതൽ അവർ നല്ല കുറവുണ്ടാവണം എന്ന് ആഗ്രഹിച്ചാണ് പ്രൈസിങ്. ഓക്കെ, നിങ്ങൾ ബാക്കി എല്ലായിടത്തും എടുത്തിട്ട് വരിക ഷമീർക്ക് പറയുമ്പോൾ തന്നെ. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ കാറ് വിൽക്കാനുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോസിലായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ പുതിയൊരു ആപ്ലിക്കേഷനാണ് മേരാ കാസ്. അപ്പോൾ നിങ്ങളുടെ കാറ് വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ കാറ് വിൽക്കാൻ സാധിക്കും. അതിന് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഇനി ഷമീസ് കാസിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ആ നമ്പറിൽ എന്താ വീഡിയോയുടെ മേൽ ഭാഗത്തായിട്ട് റൈറ്റ് സൈഡിൽ ടോപ്പ് കോർണറിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. നമുക്ക് ആദ്യം ഒരു സെഡാനിൽ തന്നെ തുടങ്ങാം. ഫോക്സ് വാഗൺ വെർട്ടസ് ആണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷനുള്ള വാഹനമാണ്. പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽസ്? 2022 മോഡല്. ഓക്കെ, വോക്സ് വാഗന്റെ ഒരു പെർഫോമൻസ് കാറായ വെർട്ടസ്. GT ആണോ? GT ആണ് ടോപ്പ് എൻഡ് വരുന്നത്. 1.5 ഏറ്റവും ടോപ്പ് എൻഡ് വരുന്ന വരുന്നതാണ് GT വരുന്നത്. ഓക്കെ, 2022 ആണ്. എത്ര കിലോമീറ്റർ ആയി ഇപ്പോൾ? വെറും 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2 വർഷം ആവുന്ന. കമ്പനി വാറണ്ടി ഇപ്പം നിലവിലുണ്ടാവുമല്ലോ? നിലവിലുണ്ട്. ആകെ 2 വർഷം ആവുന്നേ ഉള്ളൂ. എത്ര 3 വർഷം കൊടുക്കുക അല്ലേ? 4 വർഷം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇനിയും 2 വർഷത്തേക്ക് കമ്പനി വാറണ്ടി ലഭിക്കുന്ന കാറാണ്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2022 മോഡൽ GT 1.5 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനമാണ്. പെട്രോളാണ് വരിക. DSG ഗിയർ ബോക്സ് വരുന്ന വണ്ടി. DSG ഗിയർ ബോക്സ് വരുന്ന വാഹനം. ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നത് ഒരു പെർഫോമൻസ് സെഡാൻ കാർ. ഇതൊക്കെയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ പറോളൂ, എത്ര പ്രൈസിങ് ആണ്? നമ്മളിതിന്റെ പ്രൈസ് ചോദിക്കുന്നത് പുതിയതിന്റെ കൂടെ പറഞ്ഞു, എന്നിട്ട് ഇതിന്റെ കൂടെ പറഞ്ഞു. പുതിയ അറൗണ്ട് ഇപ്പോൾ 23 lakhs അറൗണ്ട് വരുന്ന വണ്ടിയാണ് GT വരുന്നത്. അതായത് അന്ന് ഇറങ്ങുന്ന സമയമാണോ ഇപ്പോഴത്തെ വണ്ടിക്കാണോ? ഇപ്പോഴത്തെ വണ്ടിയിലല്ല, ഇപ്പോഴത്തെ വണ്ടിക്ക്. അന്ന് ഇറങ്ങുമ്പോൾ ചെറിയൊരു വ്യത്യാസം കുറച്ച് കുറഞ്ഞിട്ടായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ആസ്ക് ചെയ്യുന്നത് 17,30,000 രൂപ ആസ്ക് ചെയ്യുന്നത്. നമുക്ക് ലാസ്റ്റ് 16,90 കൊടുക്കാം. 16,90 ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ. വെറും ലോ കിലോമീറ്റർ ഓടിയ ഒരു വെർട്ടസ് ആണ്. അപ്പോൾ നിങ്ങൾ പുതിയൊരു വാഹനം എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം വലിയ മാറ്റം വന്നോ ഈ വാഹനത്തിൽ? ഷേപ്പൊന്നും മാറിയില്ല. അല്ല, പ്രൈസിലല്ല, ഷേപ്പിലൊന്നും മാറ്റം, സെയിം മാറ്റം ഇത് തന്നെയല്ല. അപ്പോൾ അന്ന് ഇറങ്ങുമ്പോൾ ചെറിയൊരു വിലക്കുറവുണ്ടാവും. അതായത് 23 അന്ന് വരുന്നുണ്ട്. ഇപ്പൊ 16,90 ഈ ഒരു വാഹനം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഫൈനൽ റേറ്റ് ആണ്. അതും ഫാൻസി നമ്പറാണ്. ഫൈനലാണ്. ചെറിയതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. ലോൺ ഒരു 14 കയറും. 15 മേലെ കിട്ടും. ഓക്കെ, ലോൺ എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫൈൽ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. പിന്നെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടാവും അല്ലേ? എല്ലാം ടോപ്പ് എൻഡ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡാണ്. സീറ്റ് വെന്റിലേഷൻ അടക്കം, സൺറൂഫ്, നമ്മൾ പറയേണ്ട എല്ലാ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. എടുത്ത് പറയേണ്ട ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നതാണ്. അതെ, ഒരു പെർഫോമൻസ് കാർ DSG ഗിയർ ബോക്സിൽ വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ 2022 ഫോക്സ് വാഗൺ GT. ഓക്കെ, 16,90. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോയല്ലോ. നേരത്തെ നമ്മളൊരു വെർട്ടസ് കണ്ടു. അത് സെയിം പതിപ്പ് തന്നെ, പക്ഷേ ഡിസൈനിൽ ചെറിയ മാറ്റം അല്ലേ? സ്കോഡയുടെ മാറ്റം, കമ്പനി മാറും, ബ്രാൻഡിങ് മാറ്റം. സ്കോഡയുടെ സ്ലാവിയാണ്, വോക്സ് വാഗൺ ആണ്, ഇത് സ്കോഡ. രണ്ടും ഒരേ ബ്രാൻഡ് തന്നെയാണ്. ഒരേ ബ്രാൻഡ് തന്നെയാണ്. പറയണോ എങ്ങനെ ഡീറ്റെയിൽ? ഇത്
2022 മോഡല് സ്ലാവിയുടെ 1 ലിറ്റർ വരുന്ന ആംബിഷൻ എന്ന മോഡൽ വരുന്നത്. ആംബിഷൻ ആണ് അല്ലേ? ഓക്കെ 1 ലിറ്റർ ഓപ്ഷൻ അല്ല, അതിന്റെ താഴെ വരുന്ന മോഡലാണ്. 1 ലിറ്റർ TSI 1 ലിറ്റർ TSI ടർബോ പവറുള്ള എഞ്ചിൻ തന്നെ. പവറുള്ള എഞ്ചിൻ വരുന്നത്. ഓക്കെ 2022 11 മാസമാണ് 11 മാസം വണ്ടി. അപ്പോൾ വാറണ്ടിയിലാണ്. 2025 11 മാസം വരെ വാറണ്ടിയുള്ള വാറണ്ടി ലഭിക്കുന്ന വാഹനമാണ്. ഇപ്പോൾ നിലവിലുള്ള വണ്ടിയാണ്. ഓക്കെ 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറാണ്. വെൽ മെയിൻറ്റൈൻ ആണ്. ഫുള്ളി കമ്പനി സർവീസ് ആണ്. ഓക്കെ ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ഇല്ലാണ്ട് വാറണ്ടി കട്ടായി പോകും. വാറണ്ടി കട്ടായി ചെയ്തു പോകുന്നത്. ഓക്കെ എത്രയും ആസ്ക് ചെയ്യുന്നത്? നമ്മൾ ആസ്ക് ചെയ്യുന്നത് 12,90,000 12,90,000 രൂപയ്ക്ക് 2022 ആംബിഷൻ സ്കോഡ സ്ലാവിയ സ്വന്തമാക്കാം. മാനുവൽ വാഹനമാണ്. 1 ലിറ്റർ TSI എഞ്ചിൻ വരുന്ന വാഹനം. ഓക്കെ പവർ ഉണ്ടാവും, അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 1.5 മൈലേജ് കുറയും. നല്ല പെർഫോമൻസ് കൂടും. 1 ലിറ്റർ കുറച്ചൊരു എക്കണോമിക്കലാണ്. അതെ എത്ര കിട്ടും? ഒരു 14 വരെ കിട്ടും. 14 എന്തായാലും കിട്ടും. ഓക്കെ മാക്സിമം മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി പവറുള്ള സടാ വാഹനമാണ്. ലോൺ ഒരു 11 ലക്ഷം 11.5 കയറും. 11ന്റെ മേളിൽ കിട്ടും. നല്ല ട്രാക്കുള്ള കസ്റ്റമറാണ്. 11ന്റെ മേളിൽ ലോൺ മേളിൽ കിട്ടുകയും ചെയ്യും. ഓക്കെ ഇതിനൊക്കെ ഒരു സർവീസ് കോസ്റ്റ് എത്ര വരുന്നുണ്ട് പറയാൻ പറ്റുമോ? ഏകദേശം നമ്മൾ 10,000-11,000 കാണ്ടി വരും. ഒരു 15ന്റെ ചോടായിട്ട് 10ന് 15ന്റെ അടക്കായിട്ട് രണ്ടിനും നമ്മൾ നേരത്തെ പറഞ്ഞാലും ഇതിനും എല്ലാം കൂടെ ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ വരിക. ഓക്കെ അത്രേ ഉള്ളൂ. അടുത്ത വണ്ടി കോമ്പാക്ട് SUV ആണ് കിയ സെൽറ്റോസ്. ഇത് KL 52 പട്ടാമ്പി രജിസ്ട്രേഷൻ, പാലക്കാട് പട്ടാമ്പി രജിസ്ട്രേഷൻ അല്ല. എങ്ങനെ ഡീറ്റെയിൽ? 2021 മോഡല് കിയ സെൽറ്റോസിന്റെ HTX പ്ലസിലെ ആനിവേഴ്സറി എഡിഷൻ. ആനിവേഴ്സറി എഡിഷൻ GT ലൈൻ അല്ലല്ല, ഇതിന്റെ മുകളിലേക്ക് വരും. GT ലൈൻ ടോപ്പിന് വരുന്നത്. അതിന്റെ തൊട്ട് താഴത്തുള്ളതാണ് HTX പ്ലസ്. അതിന്റെ നടുക്കായിട്ട് വരുന്നതാണ് ആനിവേഴ്സറി എഡിഷൻ, സ്പെഷ്യൽ എഡിഷൻ വന്നിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് വരും, ക്രോം വരും, അണ്ടർ സ്കേർട്ടിങ് വരും, സൈഡിൽ സ്കേർട്ടിങ് വരും. പിന്നെ ഇന്റീരിയറിൽ വന്നിട്ട് സ്പെഷ്യൽ ബ്ലാക്ക് കളർ വരും. അഡീഷണൽ ആയിട്ട് ഇതില് വെന്റിലേഷൻ സീറ്റ് കൊടുത്തിട്ടുണ്ടോ? ആനിവേഴ്സറി ഉണ്ടാവില്ല. സൺറൂഫ് എല്ലാം വരും. ഓക്കെ GT ലൈനിലെ വരും അത്. ഓക്കെ ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. വേറൊന്നും പറയാനില്ല. ഒരു ഈ ക്രോം ഫിനിഷ് കാര്യങ്ങളൊക്കെ ഇതിന്റെ താഴെയുള്ള ഇതിൽ കിട്ടില്ല. ആനിവേഴ്സറി എഡിഷൻ ആണ്. ഓക്കെ അതാണ് മാറ്റങ്ങൾ. ഓക്കെ എത്ര ഓടി ഇപ്പോൾ? 34,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണറാണ്. 21 അല്ലേ? 3 വർഷം ഏകദേശം ആയി. 4 മാസമാണ്. 4 മാസമാണ്. അപ്പോൾ 3 വർഷം കൊണ്ട് നോർമൽ ഓട്ടേ ഓടിയിട്ടുള്ളൂ. ഡീസൽ പെട്രോള് ഓട്ടോമാറ്റിക് IVT ആണ്. ഓക്കെ ഒരു 11 മുതൽ 15 ഉള്ളിലായിട്ടൊക്കെ മൈലേജ് ഉണ്ടാവും. 11-14 അടക്കമായിട്ട് കിട്ടും. ഓക്കെ അത്രയേ ഉള്ളൂ. എത്ര കൊടുക്കാം? നമ്മൾ ആസ്ക് ചെയ്യുന്നത് 14.5 ലക്ഷമാണ്. ചെറിയ വ്യത്യാസപ്പെടുത്തി നമുക്ക് കൊടുക്കാം. IVT 2021 മോഡൽ പെട്രോൾ വാഹനമാണ്. 34,000 കിലോമീറ്റർ ഓടിയ വാഹനം. ഓക്കെ ലോണ് അറൗണ്ട് ഒരു 13.5 എന്തായാലും കിട്ടും. 13 കിട്ടും. ഓക്കെ അപ്പോൾ മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. ഒരു ആനിവേഴ്സറി എഡിഷൻ വാഹനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ്, അങ്ങനെ ഇറങ്ങൂല. അപ്പോൾ അങ്ങനത്തെ ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സ്പോർട്ടി കളറിൽ. അതെ നമുക്ക് ഇതൊക്കെ വേണം ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഉള്ളിലത്തെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് കോസ്റ്റ് ആവും അല്ലേ? ബ്ലാക്ക് അതൊക്കെ ചെയ്യണമെങ്കിൽ ഫിനിഷൊക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ജീപ്പ് കോമ്പസ് ആണ്. ജീപ്പ് കോമ്പസ് KL 56 കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. പറഞ്ഞോളൂ എങ്ങനെയാണ്? 2018 മോഡല് ജീപ്പ് കോമ്പസിന്റെ ലിമിറ്റഡ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 2018 മോഡലാണ്. 8 ഗിയർ ബോക്സ് ആണ് വരിക. മൈലേജ് എത്ര വരെ കിട്ടും? ഒരു 12 വരെയൊക്കെ മാക്സിമം കിട്ടും. മൈലേജ് ഒരു 10 പ്രതീക്ഷിച്ചാൽ മതി. 10 മാത്രം പ്രതീക്ഷിച്ചാൽ മതി. 12-13 ആള് പറയും. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് 10ന്റെ ചോടായിട്ടേ കിട്ടിയത്. എങ്ങനെ ടൗണിൽ നിന്ന് കളിച്ചിട്ടാണോ? ടൗണിൽ എനിക്ക് 8 കിട്ടിയത്. ലോങ്ങിൽ 10 കിട്ടിയിട്ടുണ്ട്. ലോങ്ങിൽ 10 കിട്ടിയിട്ടുണ്ട്. അതാണ് മൈലേജ് അല്ല? ഓക്കെ 2018 മോഡൽ. എത്ര ഓടിപ്പോ? ഇപ്പം കിലോമീറ്റർ ഓടിയിരിക്കുന്നത് വെറും 44,000 കിലോമീറ്റർ ഓടിക്കുന്നത്. വെറും 44,000. ഏകദേശം 6 വർഷം കൊണ്ടാണ് 44,000. വലിയ ഓട്ടം പോയിട്ടില്ല. എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ? ഒരു റീപ്ലേസ്മെന്റും ക്ലെയിമോ ഇല്ല. ഒന്നുമില്ല. നല്ല വണ്ടി, ക്ലീൻ വാഹനം. സെക്കൻഡ് ഓണറാണ്. വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഓക്കെ ടയറെല്ലാം പുതിയ ടയറുണ്ട്. എല്ലാ ഭാഗവും മാറിയിട്ടില്ല. 40 മാറിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഒരു അടിപൊളി വണ്ടി നിങ്ങൾക്ക് എടുക്കാം. ഓട്ടോമാറ്റിക് മൈലേജ് ഒക്കെ ഇത്രയേ ഉള്ളൂ പറഞ്ഞിട്ട്. ചില ആള് ചാടിക്കയറി എടുത്തിട്ട് പിന്നെ അതിന്റെ ആളുകൾ 14-15 ഒക്കെ പറയാറുണ്ട് നാട്ടില്. അത് വെറുതെ നമ്മൾ ഇല്ലാത്തത് പറയാത്തതുകൊണ്ട് കിട്ടാറില്ല. ഓക്കെ അപ്പോൾ 8-10 മൈലേജ് പറഞ്ഞു. ചില ആളുകൾ അറിയാണ്ട് ചാടിക്കയറി എടുത്തിട്ട് പിന്നെ മൈലേജ് കിട്ടുന്നില്ല എന്നുള്ള സങ്കടം കൊണ്ടൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് എടുക്കാം. ബട്ട് ഇത് കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾക്കിപ്പോൾ സാധാരണ ഒരു ഈ പെർഫോമൻസ് ഉള്ള വണ്ടിക്ക്
10 കിലോമീറ്റർ ചോടത്തിന്റെ മൈലേജ് കിട്ടും. അത്രേ കിട്ടൂ. ബാക്കിയുള്ള കമ്പനി നോക്കിയാൽ MG എടുത്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്ന മൈലേജ് ഓൾമോസ്റ്റ് 7-8 തന്നെ മൈലേജ് കിട്ടുള്ളൂ. അല്ലേ? പെട്രോൾ ഈവൻ ഓട്ടോമാറ്റിക് ക്രെട്ട പഴയ മോഡൽ വണ്ടിക്ക് വരുന്ന കിട്ടുന്ന വലിയ കിലോ ടൺ തന്നെ കിട്ടുന്നത്. 10 അറൗണ്ട് 10 കിട്ടുന്നത് ഓട്ടോമാറ്റിക്കിൽ. അപ്പോൾ അത്രയും പെർഫോമൻസ് ഇതിന് വരുന്നുണ്ട്. സേഫ്റ്റി ഉള്ള വണ്ടി അമേരിക്കയുടെ വണ്ടിയാണ്. അമേരിക്കയുടെ വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ 2018 കോമ്പസ് ഓട്ടോമാറ്റിക് ലിമിറ്റഡ് ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് 44,000 കിലോമീറ്റർ ഓടിയ വാഹനം എത്ര കൊടുക്കാം? നമ്മൾ ആസ്ക് ചെയ്യുന്നത് 11,40,000. ഓക്കെ. 11,40,40,000 രൂപയാണ് ആസ്കിങ്. ചെറിയ വ്യത്യാസത്തിൽ എന്തായാലും നമ്മൾ പറയുന്നത്. ലോൺ ഒരു 10ന്റെ മുകളിൽ കയറോ? ലോൺ ഈ വണ്ടിന്റെ മുകളിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് 11 ലക്ഷം രൂപ ബാങ്കിൽ ലോൺ ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ശരിയാണ്. ഫുൾ എമൗണ്ട് നമ്മൾ ബാങ്കിൽ കൊടുക്കുക ചെയ്തത്. ബാങ്കിൽ പാർട്ടിക്ക് ഒരു പൈസയും കിട്ടിയിട്ടില്ല. ഓക്കെ. നമ്മൾ ബാങ്കിൽ അടച്ച് NOC നമ്മൾ വാങ്ങുക ചെയ്തത്. ഓക്കെ. ഓക്കെ. അപ്പോൾ എന്തായാലും മാക്സിമം ലോൺ കയറും. നോക്കാം അടുത്ത വണ്ടിയിലേക്ക്. മഹീന്ദ്ര താർ KL5 കോട്ടയം രജിസ്ട്രേഷൻ വാഹനമാണ്. നമ്മുടെ ഇതിന്റെ മുന്നേ ഇവിടുന്ന് ഒരു 6 താർ ഒന്നിച്ച് കാണിച്ചിരുന്നു. ഇന്ന് 3 താർ ഉണ്ടല്ലോ. 3 താർ. ഓക്കെ. അപ്പോൾ ആദ്യത്തെ താർ പരിചയപ്പെടാം. KL5 വണ്ടി എങ്ങനെ ഡീറ്റെയിൽ? 2020 മോഡൽ. ഓക്കെ. 4x4 ഹാർഡ് ടോപ്പ് ബോഡിയിൽ വരുന്ന ടോപ്പിൻ്റെ LXD വരുന്ന ടോപ്പിൻ്റെ വേരിയന്റ്. ഓട്ടോമാറ്റിക് ഡീസൽ ഉണ്ട്. ഡീസലാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ വരുന്ന വാഹനമാണ്. 2020 12ാം മാസമാണ് അല്ലേ? 2020 ലാസ്റ്റ് വണ്ടിയാണ്. ഓക്കെ. വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്തായാലും വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. പിന്നെന്താ പറയുക, എത്ര ഓട്ടത്തിന് പറഞ്ഞ കിലോമീറ്റർ? 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസുള്ള വണ്ടിയാണ്. അതെ. ഓക്കെ. എത്രയാ ആസ്ക് ചെയ്യുന്നത് ഇപ്പോൾ? നമ്മൾ 15,20,000 രൂപ ചോദിക്കുന്നു. 15-20 ഡീസൽ ഓട്ടോമാറ്റിക് LXD ഓട്ടോമാറ്റിക് ടോപ്പ് ഓടിയിലിരുന്ന വണ്ടി. ഏറ്റവും ടോപ്പിന്റെ വാഹനം. താറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു സെഗ്മെന്റ് ആണ് താറ് വരുന്നുണ്ട്. അതിന് ശേഷം ആ വണ്ടികൾ പോയതിന് ശേഷം നമ്മൾ 10-20 താറ് കൊടുത്തു. അതിന് ശേഷം ഒന്നിച്ചൊരു താറ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ബുക്കിംഗ് കഴിയും. ഇങ്ങനെ പോയി പോകും. ഒന്നിച്ച് നമുക്ക് 3 വണ്ടി ഒന്നിച്ച് ഇപ്പം കാലത്തിന് ശേഷം കിട്ടിയിരിക്കുന്നത്. ഓക്കെ. ലോൺ എത്ര കയറും? ലോൺ ഒരു 13.5 ലക്ഷം എന്തായാലും. 13 വരെ ലോൺ സൗകര്യം ലഭിക്കുന്ന ഒരു താറാണ്. മോഡിഫിക്കേഷൻ അങ്ങനത്തെ ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, വേറെ ഒന്നുമില്ല അഡീഷണൽ ആയിട്ട്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു അടിപൊളി ബ്ലാക്ക് താർ വന്നു കഴിഞ്ഞു. KL11 കോഴിക്കോട് രജിസ്ട്രേഷനുള്ള വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2021 മോഡല് 4x4 LXD ഡീസൽ ഹാർഡ് ടോപ്പ് വരുന്ന വണ്ടി. മാനുവൽ. വ്യത്യാസം മാനുവലാണ്. ഓക്കെ. സെയിം ആണ്. ബാക്കിയെല്ലാം മാനുവൽ വാഹനമാണ്. അതിനേക്കാൾ കുറച്ചുകൂടി ഒരു മൈലേജ് വ്യത്യാസം. മൈലേജ് കുറച്ചുകൂടി കൂടുതലാണ്. ഇതൊരു 15 ഒക്കെ കിട്ടും. 13 എന്തായാലും കിട്ടും. 13 കിട്ടും. ഓക്കെ. ഓട്ടം എത്ര പോയി? വെറും 22,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. അത് കുറച്ച് ഓട്ടം പോയിരുന്നു. ഇത് വളരെ കുറവാണ്. ഡീസൽ 2020 ആണ്. 21 മോഡലാണ്. 21 മോഡൽ. ഓക്കെ. അത്രയേ ഉള്ളൂ. ആസ്കിങ് എത്രയാണ്? നമുക്ക് 15 ലാഖിന് കൊടുക്കാം. 15 ലക്ഷം അല്ലേ? ഓക്കെ. 2021 മോഡൽ ലോ കിലോമീറ്റർ ഹാർഡ് ടോപ്പ് 4x4 താറാണ്. ഓക്കെ. ഒരു 13 ലക്ഷം രൂപ നമുക്ക് ലോൺ കൊടുക്കാം. 13 വില കിട്ടും. 13 എന്തായാലും അഷുറൻസ് ആയിട്ട് കൊടുക്കാം. നമുക്ക് നല്ല ട്രാക്കുള്ളവർക്ക് അതിൽ കൂടുതൽ കിട്ടും. ഓക്കെ. താറാണ് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയാനൊന്നുമില്ല. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇതിലും വലിയൊരു വെറ്റിംഗ്സ് ഒന്നും കാര്യമില്ല. എങ്ങനെയാണോ കണ്ടീഷൻ അതുപോലെ തന്നെയാണുള്ളത് അല്ലേ? സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ഉള്ളത്. ഓക്കെ. ഇതാ വീണ്ടും ഒരു കോമ്പസ് ആണ്, ജീപ്പ് കോമ്പസ്. എങ്ങനെ ഡീറ്റെയിൽ? 2018 മോഡൽ ജീപ്പിന്റെ കോമ്പസ് ലിമിറ്റഡ് 4-wheel ഡ്രൈവ്. നമ്മൾ നേരത്തെ കണ്ടത് 2-wheel ഡ്രൈവ്. ഇത് ഡീസലാണ്. 4-wheel ഡ്രൈവ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഓക്കെ. കോമ്പസിൽ അധികം ലിമിറ്റഡ് ഉണ്ടാവുക എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ്. ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ക്ലീൻ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. എത്ര ഓട്ടം പോയത്? 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 64 വണ്ടിയാണ്. ഡീസലാണ്. 4-wheel ഡ്രൈവ് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. 2 ലിറ്റർ എഞ്ചിനാണ് വരിക. നല്ല പെർഫോമൻസ് ഉണ്ട്. അതിൽ 4-wheel ഡ്രൈവ് നല്ല ഗ്രിപ്പ് ഉണ്ടാവും. എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? ഇതിന്റെ അറൗണ്ട് ഒരു 14-15 കിട്ടും. ഓക്കെ. മൈലേജ് കിട്ടും. ഓക്കെ. 2018 എത്രയാ ഇപ്പോൾ ആസ്ക് ചെയ്യുന്നത്? നമ്മൾ ആസ്ക് ചെയ്യുന്നത് 14,20,000 രൂപ. 14,20,000 രൂപയ്ക്ക് 2018 വെറും 60,000 കിലോമീറ്റർ ഓടിയ കോമ്പസ് ഡീസൽ വാഹനം സ്വന്തമാക്കാം. ടോപ്പ് എൻഡ് വേരിയന്റ്. ടോപ്പിന്റെ വാഹനമാണ്. ഒരു 13 ലക്ഷം വരെ ലോൺ കിട്ടും. 12-13 വരെ ലോൺ കിട്ടും. ഓക്കെ. അത്രയേ ഉള്ളൂ. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. മാനുവൽ 4-wheel ഡീസൽ. അതെ. അടുത്ത വണ്ടി. ഇന്നത്തെ മൂന്നാമത്തെ താറാണ്. KL46 ഗുരുവായൂർ രജിസ്ട്രേഷനുള്ള ഒരു റെഡ് താർ അല്ലേ? അതെ. സെയിം 4x4 ഹാർഡ് ടോപ്പിൽ വരുന്ന ടോപ്പ് ഡീസൽ
ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കൽ ഫുൾ ഓപ്ഷൻ. നമ്മൾ ഫസ്റ്റ് കണ്ട അതിൽ 2020 70 ഓടിയിരുന്നു. ഇത് 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 25,000 സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. 2022 മോഡലാണ്. 22 മോഡലില്ല, 21 മോഡൽ. 22ലാണ് വണ്ടി രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഓക്കെ. രജിസ്ട്രേഷൻ 22 2 മാസമാണ്, ഫെബ്രുവരി. വാറണ്ടി ഉണ്ടാവില്ല. വാറണ്ടി 2025 വരെ വാറണ്ടി വരും. 25 2 മാസം വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. കമ്പനി വാറണ്ടി തന്നെ. 4 വീൽ ഓട്ടോമാറ്റിക്. 4x4 ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് കാർ. ലോ കിലോമീറ്റർ ആണ് ഓടിയത്. 25,000 ഓടിയിട്ടുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. അതെ, നല്ല വണ്ടി. പ്രോപ്പർ സർവീസ് അല്ല? പ്രോപ്പർ സർവീസ് എല്ലാം ഉണ്ട്. ഓക്കെ. റെഡ് കളർ. എത്രയും പാസ് ചെയ്തത്? നമ്മൾ ആസ്ക് ചെയ്യുന്നത് 16,30,000. 16,30,000 2022 4 വീൽ ഓട്ടോമാറ്റിക് ഥാർ സ്വന്തമാക്കാം. അതെ. ലോൺ ഒരു 15 ലക്ഷത്തിന്റെ മേലൊക്കെ അറൗണ്ട് 15 വരെ കിട്ടും. 14 മുതൽ 15 വരെ കിട്ടും. 15 വരെ കിട്ടും. ഓക്കെ. അത്രയും ലോൺ സൗകര്യം കിട്ടുന്നുണ്ട്. അപ്പോൾ 3 ഥാറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി വരാനുണ്ടോ സ്റ്റോക്ക്? സാർ 2 പറഞ്ഞേക്കുന്നുണ്ട്. 2 കൂടെ വരാനുണ്ട്. ഒരു ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് 2 വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഇത് ബുക്കിംഗ് ആവണമെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത കിയയുടെ സോണറ്റ് ആണ്. കിയ സോണറ്റ് KL 65 മലപ്പുറം തിരൂരങ്ങാടി രജിസ്ട്രേഷനിൽ വരുന്ന ഒരു ബ്ലാക്ക് കളർ സോണറ്റ്. അല്ലേ? പറയൂ. 2022 മോഡൽ സോണറ്റ് HTX പ്ലസ് ഡീസൽ ഓട്ടോമാറ്റിക് ടോപ്പ്. അതായത് ടോപ്പിന്റെ തൊട്ട് താഴെ GT ലൈനിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. വെന്റിലേഷൻ സീറ്റ് 360 ക്യാമറ ഉണ്ടാവില്ല. സൺറൂഫ് വരുന്നുണ്ട്, ഇൻബിൽഡ് സെറ്റ് വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഫീച്ചർ വരുന്നുണ്ട്. വെന്റിലേഷൻ ഉണ്ടാവില്ല, 360 ഉണ്ടാവില്ല. കിയയുടെ വാറണ്ടി 4 വർഷമല്ലോ? 4 വർഷം. 4 വർഷം 26 വരെ വാറണ്ടി. 26 8 മാസം വരെ വാറണ്ടി അണ്ടർ കമ്പനി വാറണ്ടി ഉള്ള വാഹനമാണ്. ഓട്ടോ എത്ര പോയി? 60,000 ഓടിയിട്ടുണ്ട്. 60,000 ഓട്ടോ പോയിട്ടുണ്ട്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും തോന്നുന്നു അല്ലേ? അറൗണ്ട് ഒരു 18 മുകളിൽ മൈലേജ് കിട്ടും. മാനുവല്ല പറഞ്ഞേ? ഓട്ടോമാറ്റിക്. സോറി, ഓട്ടോമാറ്റിക്കിൽ കിട്ടും. 18 അറൗണ്ട് കിട്ടുന്നുണ്ട്. ഓക്കെ. ഓട്ടോമാറ്റിക് മാനുവൽ 20 കിട്ടുന്നുണ്ട് എൻ്റെ സുഹൃത്തിന്. അങ്ങനെ ഓട്ടോമാറ്റിക്കിൽ 18 വരെ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു കോമ്പാക്ട് SUV ഇത്രയും മൈലേജ് ഉള്ള ഒരു കോമ്പാക്ട് SUV ഓട്ടോമാറ്റിക്കലി അത്രയും മൈലേജ് കിട്ടുന്ന ഒരു SUV ഇതായിരിക്കും. ഓക്കെ. ഡീസൽ വാഹനമാണ്. എത്ര കൊടുക്കാം? നമ്മൾ 13,20,000 രൂപ കൊടുക്കാം. 13,20 പാസിംഗ് ആണല്ലേ? ഓക്കെ. 13,20 2022 ഓട്ടോമാറ്റിക് ഡീസൽ കിയ സോണറ്റ് HTX പ്ലസ്. ഓക്കെ. ലോൺ അറൗണ്ട് ഒരു 12 വരെ ലോൺ കിട്ടും. 12 lakh വരെ ലോൺ കിട്ടും. ഒരു 1,20 കണ്ടാൽ ഇറക്കാൻ പറ്റും. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ സർവീസ് ഒക്കെ പ്രോപ്പറായിട്ട് പോയാലോ? കമ്പനി സർവീസ് ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ. വാറണ്ടിയിലാണ്. മറന്നുകൊണ്ട അടുത്ത വണ്ടിയിലേക്ക്. Volkswagen Tiguan വന്നു. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2022 Tiguan 1 ലിറ്റർ ടോപ്പിൽ വരുന്നത് ഹൈലൈൻ ആണ്. അതെ, ഹൈലൈൻ ടോപ്പാണ് ഇതിൽ. 1 ലിറ്ററിൽ ടോപ്പാണ്. ഓക്കെ. ഓക്കെ. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2 വർഷം 2026 4 മാസം വരെ വാറണ്ടി വരും. കറക്റ്റ് ആണ്. ഓക്കെ. വാറണ്ടി അണ്ടർ വാറണ്ടി ഉള്ള വാഹനം. കറക്റ്റ് സർവീസ് എല്ലാം മെയിൻ ചെയ്ത് പോയിട്ടുണ്ടാവും. ലോ കിലോമീറ്റർ, ടോപ്പ് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, സിംഗിൾ ഓണർ. മൈലേജ് ഉണ്ടാവില്ല അത്യാവശ്യം. 1 ലിറ്റർ നല്ല മൈലേജ് കിട്ടും. എത്ര വരെ? 1 ലിറ്ററിന് എനിക്ക് 15 ചോടായിട്ട് വരും. 15 മേലെ കിട്ടും. അറൗണ്ട് 15 അറൗണ്ട് കിട്ടും. 15 എന്തായാലും കിട്ടില്ല. 1.5 ശേഷം 10-11 ഒക്കെ കിട്ടുന്നത്. വണ്ടിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ 1 ലിറ്റർ ആണെങ്കിൽ കുറച്ചുകൂടി ഇത് എൻ്റെ ഇവിടെ 15 അറൗണ്ട് കിട്ടും. 15 അറൗണ്ട് ഏകദേശം മൈലേജ് വരുന്നത്. 2022 1 ലിറ്റർ ഹൈലൈൻ ടൈഗോൺ. ഓക്കെ. എത്ര കൊടുക്കാം? നമുക്ക് ഫൈനൽ റേറ്റ് 11,90,000 രൂപ കൊടുക്കാം. 11,90,000. അതായത് ഏകദേശം നിങ്ങളൊരു സോണറ്റ് ഒക്കെ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഇതിന് ഫുൾ ലോണും കിട്ടും. 11.5 വരെ ലോണും കിട്ടും. അപ്പോൾ Volkswagenന്റെ ഇത്രയും സേഫ്റ്റി ഉള്ള ഒരു അടിപൊളി വാഹനം അല്ലേ? ഡ്രൈവിംഗ് കംഫർട്ടുള്ള ഒരു വാഹനം നിങ്ങൾക്ക് ഓടിച്ചു കൊണ്ടുപോകാം. കോമ്പാക്ട് SUV നോക്കിക്കോളൂ. 11 ലക്ഷം വരെ ഏകദേശം ലോൺ സൗകര്യം ലഭിക്കുന്നുണ്ട്. ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. പുതിയ വാഹനം എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് നോക്കാം അല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ക്രെറ്റയാണ്. KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ക്രെറ്റ, ന്യൂ ഷേപ്പ് ക്രെറ്റ. അതെ, പറയൂ. 2020 മോഡൽ ക്രെറ്റ SX പെട്രോള്, മാനുവൽ SX പെട്രോൾ, സിംഗിൾ ഓണർഷിപ്പ് വാഹനം. 2021 മോഡൽ. 21 ക്രെറ്റ. പെട്രോൾ ആയതുകൊണ്ട് തന്നെ മൈലേജ് എന്തായാലും കുറവായിരിക്കും. ഒരു 15-നകത്ത് തന്നെ ഉണ്ടാവും. 15 ചോട. എത്രയാ പറയാനുള്ളൂ? ഓക്കെ. ക്ലെയിമോ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ ഹിസ്റ്ററി ഇല്ല. പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടി. 59,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 59,000 ഓടിയ വാഹനമാണ്. 2021 SX പ്ലസ് ക്രെറ്റ. SX ക്രെറ്റ. അപ്പോൾ പ്രൈസ് എങ്ങനെ? 13,25,000.
13.4 ലക്ഷം രൂപ അല്ലേ? ഓക്കെ. 2021 മോഡലാണ്. വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും? 4 വർഷം കൊടുക്കുന്നുണ്ടോ? ലാസ്റ്റിൽ വരണ്ടോ? ഈ വർഷം ലാസ്റ്റ് വരണ്ടോ? ഈ വർഷം ലാസ്റ്റ് വരെ അല്ലേ? ഓക്കെ. ലാസ്റ്റ് വരെ വാറണ്ടി വരുന്ന വാഹനമാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഒരു 12-12.5 ലോൺ വരും? 12 എന്തായാലും വരും. ഷുവറായിട്ട്. ഓക്കെ. അടുത്ത വീണ്ടും ഒരു സെഡാൻ വാഹനം വന്നു. ഓഡി A4 ആണ്. കേരള വണ്ടീനെ കേരള വണ്ടിയേ ഉള്ളൂ. അതല്ലോ ഞാൻ ഒരു ഓളത്തിലൊക്കെ ചോദിച്ചു തരാം. എങ്ങനെ ഡീറ്റെയിൽ? 2014 മോഡല് A4 പ്രീമിയം പ്ലസ് 81,000 കിലോമീറ്റർ ഓടി. 81,000 കിലോമീറ്റർ. 2014 പ്രീമിയം പ്ലസ് ആണ്. ഫുള്ളിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ അല്ലേ? പ്രീമിയം പ്ലസ് ഫുൾ ഓപ്ഷൻ വരുന്നത്. അതിന് S-Line എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ എഡിഷൻ വരുന്നത്. സ്പെഷ്യൽ എഡിഷൻ. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓട്ടം എത്ര? 81,000 ഓടിയിട്ടുണ്ട്. 81,000 നോർമൽ ഓട്ടോ. പിന്നെ ഡീസലിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടി. എത്ര വരെ 14 കിലോമീറ്റർ മൈലേജ് എന്തായാലും മൈലേജ് കിട്ടും? ഇത്രയും വലിയൊരു വണ്ടി, ഇത്രയും പവറുള്ള ഒരു വണ്ടി, 14 കിലോമീറ്റർ ഫീലിംഗ് ഉള്ള വണ്ടി. അതെ, എല്ലാം കൂടെ ലക്ഷറി ആണ്. 14 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നത്. വേറെ നോക്കാനാ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. എത്ര പാസ് ചെയ്യുന്നത്? 15 lakhs കൊടുക്കാം. 15 ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. കേരള വണ്ടിയാണ്. ഓഡി A4 2014 മോഡൽ പ്രീമിയം പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ്. ഇവിടെ വേറൊരു ഓഡി A4 ഇവിടെ ഉണ്ട്, റെഡ്. സംഭവം വെച്ചാൽ ആദ്യം ഒരാൾ വിറ്റ് അത് വാങ്ങി. പ്രശ്നം വന്നതോട് ആൾക്ക് പെട്ടെന്നൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നു. അങ്ങനെ തിരിച്ച് പിന്നെ ഇതാക്കിയില്ല, വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കാണിച്ച വണ്ടിയാണ്. അപ്പോൾ റെഡ് കൊണ്ട് അത് താല്പര്യമുള്ളവർക്ക് അതിന് കോൺടാക്ട് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൽ ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? 90% വരെ നമുക്ക് ലോൺ കൊടുക്കാം. 90% വരെ കിട്ടുകയും ചെയ്യും. ഓക്കെ. ട്രാക്ക് ഉണ്ടോ? കമ്പനി ഹിസ്റ്ററി? കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് ഹ്യുണ്ടായി i20 ആണ് അടുത്തത്. ന്യൂ ഷേപ്പ് i20 KL 65 രജിസ്ട്രേഷൻ, മലപ്പുറം തിരൂരങ്ങാടിയാണ്. പറവോളൂ, എങ്ങനെ ഡീറ്റെയിൽ? 2021 മോഡൽ i20 സ്പോർട്സ് ആണ്. ഓക്കെ. ഫുള്ളിന്റെ താഴെ സിംഗിൾ ഓണർ വണ്ടി. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫുൾ കണ്ടീഷൻ വണ്ടി. ഓക്കെ. നീറ്റ് വാഹനം. ഫുൾ കമ്പനി സർവീസ് പോയ വാഹനമാണ്. ഇത് അലോയ്സ് അല്ലല്ലോ? സ്പോർട്സിൽ വരുന്നില്ലല്ലോ അല്ലേ? ഇല്ല, അലോയ്സ് അല്ല. വീൽ കപ്പാണ്. ഓക്കെ. 2021 രജിസ്ട്രേഷൻ ആണോ അതോ മോഡലുണ്ട്? ഓക്കെ. എത്ര കൊടുക്കാം? നമുക്ക് 6,60,000 രൂപ കൊടുക്കാം. 6,60,000 2021 i20 സ്പോർട്സ് ആണ്. നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ന്യൂ ഷേപ്പ് i20 ആണ്. ഏകദേശം ഒരു 15ന്റെ അകത്ത് തന്നെ മൈലേജ് കണ്ട 15-16 വരെ കിട്ടുമായിരിക്കും അല്ലേ? ഏകദേശം മൈലേജ് ആണ് പറയുന്നത്. ഓക്കെ. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. നീറ്റ് വാഹനം, കമ്പനി സർവീസ് ഫുൾ പോയ വാഹനമാണ്. ഒരു 5-5.5 ലക്ഷം ലോൺ കിട്ടും അല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിൽ നമ്മൾ ഇന്നത്തെ അവസാനത്തെ വാഹനത്തിലേക്ക് എത്തുകയാണ്. കിയയുടെ സോണറ്റ് തന്നെയാണ്. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള വാഹനം. എങ്ങനെയാണ് ഷമീർക്ക് ഇതിന്റെ ഡീറ്റെയിൽ? 2022 മോഡല്. ഓക്കെ. സോണറ്റ് HTK പ്ലസ് പെട്രോൾ. HTK പ്ലസ് അല്ലേ? ഓക്കെ. ഫുള്ളിന്റെ താഴെ വരുന്നത്. GT ലൈൻ ഉണ്ട് അതിന്റെ താഴെ. HTXന്റെ താഴെ വരുന്നു. ഓക്കെ. ബേസിക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടോ അല്ലേ? ബേസിക് അല്ല, അതിന്റെ മുകളിലുള്ള സാധനമാണ്. HT ബേസ് വരിക. HTK രണ്ടാമത് വരുന്നത്. അതിലാണ് കുറേ അഡീഷണൽ ഫിറ്റിംഗ്സും ചെയ്തിട്ടുണ്ട്. ഫുൾ ക്രോം ചെയ്തിട്ടുണ്ട്. അണ്ടർ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഫിറ്റിംഗ്സുകളും ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി ഇപ്പൊ ഒന്ന് വന്നതേ ഉള്ളൂ. നമ്മൾ ഒരു ഡീറ്റെയിലിംഗും ചെയ്തിട്ടില്ല. ലാസ്റ്റ് വണ്ടിയിട്ട് കാണിക്കാം. അപ്പോൾ ഇതിങ്ങനെ ആയിരിക്കില്ല, ഫുൾ ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് തരുള്ളൂ. ഡീറ്റെയിലിംഗ് ചെയ്തിട്ടേ തരുള്ളൂ. അത്രേ ഉള്ളൂ. കിലോമീറ്റർ എത്ര ഓടി? വെറും 25,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. 25,000. 25,000 മാത്രം ഓടി. 2022 കിയ. 11 മാസം വണ്ടി. 11 മാസം. പെട്രോൾ മാനുവൽ വാഹനമാണ്. ഒരു 15 ആവറേജ് ഉണ്ടാവും മൈലേജ് ഏകദേശം കിട്ടും. 15-നുള്ളിൽ കിട്ടും. അപ്പോൾ പ്രൈസിങ് കൂടെ പറയുള്ളൂ. എത്രയാണ് പ്രൈസ്? നമുക്ക് 9,35,000 രൂപ. 9,35,000 2022 STK പ്ലസ് കിയ സോണറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോൺ ഒരു 8-8.5 കയറും. 8.5 ലക്ഷത്തിന് മുകളിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാനും പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ട് വീണ്ടും കാണാം അല്ലേ? അടുത്ത മാസം വീണ്ടും കാണാം. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മെയ് മന്തിലെ ആദ്യത്തെ വീഡിയോ എല്ലാവർക്കും മെയ് ദിനാശംസകൾ നേരുന്നു എല്ലാവർക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂടുതൽ കോൺടാക്ട് എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ മേളിലായിട്ട് റൈറ്റ് സൈഡ് ടോപ്പ് കോർണറിൽ ഷമീസ് കാസ്റ്റർ നമ്പർ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഷമീസ് കാസ്റ്റർ നമ്പർ. അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ കാറ് നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാത്തത് ഈ നമ്പർ താഴെ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കാറ് വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും. മാക്സിമം വിലയിൽ, മാർക്കറ്റിൽ കിട്ടുന്ന മാക്സിമം വിലയിൽ നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ആ നമ്പർ താഴെയുണ്ട്. ഇവിടെ ഈ കാണിച്ച വണ്ടികൾക്ക് മുകളിൽ മറന്നു പോകരുത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഒന്ന് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. വളരെ നന്ദി. എല്ലാവർക്കും നന്ദി. ബൈ.